നമസ്കാരം സാർ. നേപ്പാളിൽ സ്ഥിതിഗതികൾ വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ കലാപത്തിൽ ഇവിടെ ഇന്നലെ എന്താ പറയുക, ഒരു വിദ്യാർത്ഥി പ്രതിഷേധമായിട്ട് തുടങ്ങിയത് പിന്നീട് ഒരു സമാധാനപരമായിട്ടുള്ള പ്രതിഷേധമായിട്ടാണ് അവിടെ തുടങ്ങിയത്. അത് പിന്നീട് ഒരു കലാപം എന്നുള്ള രൂപത്തിലായി. അതിപ്പോൾ അവിടെ ഇന്നലെ അവരുടെ പ്രതിരോധ മന്ത്രി രാജിവെച്ചിരുന്നു. ഇന്നത് ഒരു കലാപത്തിൽ ആ നേപ്പാൾ രാഷ്ട്രീയം തന്നെ മൊത്തത്തിൽ ഒലിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതായത് ഇവിടെ പ്രധാനമന്ത്രി രാജിവെച്ചു എന്ന് തോന്നുന്നു. അവിടുത്തെ പാർലമെന്റിന് അവർ തീയിട്ടു. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇവിടെ ഞാനപ്പോൾ ഇത് ഇന്നലെ വ്യക്തമായി അന്വേഷിച്ചിരുന്നു. അപ്പോൾ അത് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഈ സാമൂഹ്യ മാധ്യമങ്ങൾ നിരോധിക്കാനുണ്ടായ കാരണം അവിടുത്തെ അഴിമതികളും മറ്റും ചൂണ്ടിക്കാട്ടി ഇതുപോലെ ഇപ്പം നമ്മളിവിടെ ഓൺലൈൻ മീഡിയ എന്ന് പറയുമ്പോൾ അറിയാലോ ഇവിടെ എത്രമാത്രം സ്വാധീനമാണ് ഇവിടെ ഈ ഓൺലൈൻ മാധ്യമങ്ങൾ ചെലുത്തുന്നതെന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ അവിടെ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് വിലക്ക് എല്ലാം, അതായത് മാധ്യമങ്ങളെല്ലാം സർക്കാർ നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. അപ്പോൾ അങ്ങനെയാണ് സാമൂഹ്യ മാധ്യമങ്ങളെല്ലാം തന്നെ വിലക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. അപ്പോൾ ഇതിനെതിരെയാണ് ഈ ജൻസി കലാപം എന്ന് പറഞ്ഞാൽ അതിനെ ചെറുതാക്കാൻ നോക്കിയതാണ്. അവിടെ വാസ്തവത്തിൽ ജനങ്ങളുടെ തന്നെ ഒരു പ്രതിഷേധമായിരുന്നു. അത് പിന്നീട് വലിയൊരു കലാപമായിട്ട് മാറി. അവിടെ ഇത്തരത്തിൽ ഒരു അട്ടിമറിക്ക് തന്നെ ഒരു സാധ്യത ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ ഡീപ് സ്റ്റേറ്റ് എന്നൊക്കെയാണ് പലരും ആദ്യമേ ഇതിനൊരു പറഞ്ഞിരുന്നത്. ഈ അട്ടിമറിക്ക് ഡീപ് സ്റ്റേറ്റ് ആണ്, അമേരിക്കയാണ് ഇതിന്റെ പിന്നിൽ നിന്നൊക്കെ. പക്ഷെ ഇപ്പൊ അങ്ങനെയുമല്ല എന്ന് പറയുന്നുണ്ട്. ഇതിന് മറ്റ് സാധ്യതകളുണ്ട്. ഇതിൽ മാത്രമല്ല, ഇന്ത്യക്ക് ഇതിൽ എന്തെങ്കിലും ഭയക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമുക്ക് അവിടെ ബോർഡറിലൊക്കെ ജാഗ്രത പുലർത്തിയിട്ടുണ്ട്. പക്ഷേ ഈ നേപ്പാൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റ് പോലെ തന്നെ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമുക്ക് അവിടുന്ന് അങ്ങോട്ട് പോകാനായിട്ട് വിസയുടെ ആവശ്യമില്ല. അത് മാത്രമല്ല, നേപ്പാൾ ഈ ഒരു ഇന്ത്യൻ ഭാഷ കൂടിയാണ്. നമുക്ക് ഗൂർഖ റെജൈമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ഒരു ഈ ഇന്ത്യയിൽ എന്തെങ്കിലും ഇതിൻ്റെ ഒരു ബാക്കി പത്രം എന്നോണം ഇന്ത്യയിലും ഇത് വരാനുള്ള നമുക്ക് അങ്ങനെ ആശങ്കപ്പെടേണ്ടതുണ്ടോ സാർ? ഇന്നലെ നമ്മൾ ഈ വിഷയം സംസാരിച്ചതാണ്. അതായത് ഇന്നലെ ഈ വിഷയം സംസാരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ ഉണ്ടായ സംഭവവികാസങ്ങൾക്കൊരു വ്യക്തതയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും വ്യക്തതയൊന്നും ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പുറമെ പ്രചരിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയ, സാമൂഹ്യ മാധ്യമത്തിന്റെ നിരോധനം വന്നു കഴിഞ്ഞപ്പോൾ യുവാക്കൾ, ജെൻസി എന്ന് പറയുന്ന 96-2010 ജനിച്ച കുട്ടികളുടെ യുവാക്കള് അതിനോട് പ്രതികരിച്ചതാണ് എന്നാണ് പറയുന്നത്. പക്ഷെ അത് ഒരു ഏതെങ്കിലും ഒരു ഏരിയയിൽ ലൊക്കേറ്റഡ് ആയിട്ട് ആയിരുന്നെങ്കിൽ അതിനെ നമുക്ക് ആ വിധത്തിൽ, അല്ലെങ്കിൽ അങ്ങനെ വിദ്യാർത്ഥി സമൂഹത്തിന്റെ അല്ലെങ്കിൽ യുവാക്കളുടെ ഒരു എക്സ്പോഷർ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഔട്ട്ബസ്റ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാം ആയിരുന്നു. പക്ഷേ ഇപ്പം കാണുന്ന ചിത്രം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേപ്പാളിന്റെ എല്ലാ പട്ടണങ്ങളിലും ഇത് ബാധിച്ചിട്ടുണ്ട്. കലാപത്തിന്റെ അല ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാഠ്മണ്ഡുവിലുണ്ട്, പിന്നെ പോക്ര, അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ഇതിന്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ ഉണ്ട്. അവർ എയർപോർട്ട് അടച്ചു. ഇന്ത്യ ബീഹാറുമായിട്ടുള്ള ബോർഡർ അടച്ചു. അങ്ങനെ ഈ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ ഗ്രീവായിട്ട്, വളരെയധികം സങ്കീർണമായിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, പ്രധാനമന്ത്രി KP ശർമ്മ ഒലി പുള്ളി സ്ഥലം വിട്ടു എന്നാണ് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹിന്ദുവിന്റെ കാഠ്മണ്ഡ് ലേഖൻ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ്. അദ്ദേഹം സ്ഥലം വിട്ടു, ഒരു ഹെലികോപ്റ്ററിൽ കയറിപ്പോയി എന്ന് പറയുന്നത്. എങ്ങോട്ടാ പോയെന്ന് അറിയില്ല. അപ്പം ഇതിനെ തുടർന്ന് പുറത്തു വരുന്ന ചില വിഷയങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിലൊരു പ്രധാനപ്പെട്ട കക്ഷിയാണ് ബാലേന്ദ്ര എന്ന് പറയുന്ന കാഠ്മണ്ഡു മേയർ. വളരെ ചെറുപ്പക്കാരനാണ്, 33 വയസ്സേ ഉള്ളൂ. ഇന്ത്യയിലാണ് പഠിച്ചത്. കർണാടകത്തിൽ നിന്നാണ് അദ്ദേഹം സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൽ MTech നേടിയിട്ട് പോയിട്ടുള്ള സ്ട്രക്ചറൽ എഞ്ചിനീയറാണ്, റാപ്പറാണ്. അദ്ദേഹം ഒരു റാപ്പർ കൂടിയാണ്. അപ്പോൾ അഴിമതിക്കെതിരെയും മറ്റുള്ള കാര്യങ്ങളിൽ അദ്ദേഹം റാപ്പിനെ ഒരു സംവിധാനമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റിൽ അദ്ദേഹം പറയുന്ന, അദ്ദേഹത്തിന് ജെൻസി എന്ന് പറയുന്ന ഗ്രൂപ്പിൽ അദ്ദേഹം പെടാത്തതിന്റെ പ്രായം കഴിഞ്ഞു പോയത് കൊണ്ട് അദ്ദേഹം പുറത്തു നിന്ന് അതിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ്. നേപ്പാളിന്റെ ഒരു ചിത്രം നോക്കിക്കഴിഞ്ഞാൽ 2001 ബീരേന്ദ്ര രാജാവ് കൊല്ലപ്പെട്ടത്. അതിന്റെ പിന്നിൽ അദ്ദേഹത്തിന്റെ ബന്ധു തന്നെയാണ്. വീരേന്ദ്ര രാജാവ് മാത്രമല്ല, രാജകുടുംബം മൊത്തം അനിഹിലേറ്റ് ചെയ്യപ്പെട്ടു. ഇയാളും മരിച്ചു.
അപ്പം അത് ഏതോ ഒരു ആളിനെ വിവാഹം കഴിക്കാൻ സമ്മതിക്കാത്തതിന്റെ വിഷയമാണെന്നൊക്കെയാണ് അതിന്റെ ഒരു നറേഷൻ നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേ തുടർന്ന് വന്ന കാഴ്ചയിൽ, അതായത് 2006 കംപ്ലീറ്റ് ആയിട്ട് അതൊരു അതിനെ രാജഭരണത്തിൽ നിന്ന് മുക്തമാവുകയും പിന്നീട് നമ്മൾ കാണുന്നത് അവിടെ ഒരു ഭരണഘടന വരുന്നു. ചൈനയുടെ പിന്തുണയോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാവോയിസ്റ്റ് ഗ്രൂപ്പുകൾ, മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ മറ്റോ അവിടെ അധികാരം പിടിച്ചെടുക്കുന്നു. പിന്നീട് ഇപ്പം എന്താണ് 6-8 എലക്ഷൻസ് ഇതിനിടയ്ക്ക് നടന്നു. അതായത് 2006-നും 2022-നും ഇടയ്ക്ക് ധാരാളം എലക്ഷൻസ് അവിടെ നടന്നു. പക്ഷെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഗവൺമെന്റ് ഒരു കാലത്ത് അവിടെ ഉണ്ടായിട്ടില്ല. അതാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ തന്നെ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം ഉണ്ടാകുന്ന, അല്ലെങ്കിൽ യുവാക്കളുടെ പ്രക്ഷോഭം ഉണ്ടാകുന്ന ഈ സമയത്തും അവിടുത്തെ സർക്കാർ എന്ന് പറയുന്നത് ഒരു അവിയൽ സർക്കാരാണ്. പണ്ട് നമ്മുടെ കേരളത്തില് UDFന്റെ നേതൃത്വത്തിൽ കോൺഗ്രസും ലീഗും പലവിധ കേരള കോൺഗ്രസുകളും ചേർന്നുണ്ടാക്കിയിട്ട് വളരെ പക്കയായിട്ട് അഴിമതി നടത്താനുള്ള സാധ്യതകൾ പരീക്ഷിച്ച സർക്കാരിനെ പോലെ ഒരു സർക്കാരാണ് ഇപ്പം നേപ്പാളിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ തലവനായിട്ടാണ് കെ പി ശർമ്മ ഒലി ഇരിക്കുന്നത്. ഇനി അയാൾക്ക് പകരം വേറൊരാൾ ഇരുന്നാലും ഇവര് തമ്മിൽ ഒരു തരം അഡ്ജസ്റ്റ്മെന്റിലാണ് പോകുന്നത്. കാരണം കുറെ കാലമായിട്ട് നേപ്പാളി ജനത തൊഴിലില്ലായ്മയും അഴിമതി, പിന്നെ എക്കണോമിക് ഗ്രോത്തിന്റെ വീഴ്ച തുടങ്ങിയ കാര്യങ്ങളെ പറ്റി വളരെയധികം പരാതിപ്പെടുകയും അതിനൊന്നും ഇവർ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നില്ല. പിന്നീട് ഏറ്റവും രൂക്ഷമായിട്ട് യുവാക്കളെ പ്രകോപിച്ച ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നേതാക്കന്മാരുടെയൊക്കെ മക്കളും അവരുടെ കുടുംബവും ഒക്കെ വളരെ ആർഭാടമായിട്ട് ജീവിക്കുകയും വിദേശത്ത് പോയി പഠിക്കുകയൊക്കെ ചെയ്യുകയും നേപ്പാളിലെ സാധാരണ ജനങ്ങൾക്ക് വളരെയധികം മോശമായ ഒരു സിറ്റുവേഷൻ, അവർക്ക് വേണ്ടത്ര പ്രോഗ്രസ് കിട്ടാത്ത വിധത്തിലുള്ള ഒരു നില ആണ് അവിടെ ഉണ്ടായത്. അപ്പൊ അഴിമതി, സ്വജനപക്ഷപാതം തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടി നിൽക്കുന്ന ഒരു ജനത ഇതിന്റെ പിറയിലുണ്ട്. അപ്പൊ അവരുടെ ഒരു മുഖമായിട്ടാണോ ഇവർ വന്നതെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. അതിന് ഇതറിയണമെന്നുണ്ടെങ്കിൽ ഏത് കലാപമാണെങ്കിലും അല്ലെങ്കിൽ ഏത് പ്രക്ഷോഭമാണെങ്കിലും അത് അവസാനിച്ചതിന് ശേഷമേ എന്തായിരുന്നു അതിന്റെ ശരിക്കുള്ള ഉദ്ദേശം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 6 മാസം മുമ്പ് തന്നെ ഈ ഇദ്ദേഹത്തിനെടുത്ത് നേപ്പാൾ പ്രധാനമന്ത്രി ഒലിയെടുത്ത് നമ്മൾ ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു, ഇങ്ങനെ അവിടുത്തെ അവസ്ഥ വളരെ പ്രക്ഷുബ്ധമാണ്, നേപ്പാളിന്റെ അവസ്ഥ വളരെ പ്രക്ഷുബ്ധമാണ്. നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നേപ്പാളിനെ അങ്ങനെ വിട്ടുകളയാൻ പറ്റുന്ന ഒരു രാജ്യമല്ല. കാരണം ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷകളിലൊന്ന് നേപ്പാളിയാണ്. ഇന്ത്യയിൽ ധാരാളം നേപ്പാൾ പൗരന്മാർ ജീവിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഒരു റെജിമെന്റ് തന്നെ ഗൂർഖ റെജിമെന്റ് ആണ്. പിന്നെ അവിടെ 65,000-ഓളം പട്ടാള ഉദ്യോഗസ്ഥന്മാർ ഉണ്ടെന്നാണ് കണക്ക്. അതിലധികം ആളുകൾക്ക് നേപ്പാളിൽ ഇന്ത്യൻ മിലിറ്ററി പെൻഷൻ കൊടുക്കുന്നുണ്ട്. പിന്നീട് ഏറ്റവും നമ്മൾ കേരളവുമായിട്ടും ഈ പറയുന്ന ഗൂർഖ റെജിമെന്റിന്റെ ഒരു ബന്ധമുണ്ട്. 1921 കലാപം അടിച്ചമർത്താനായിട്ട് ബ്രിട്ടീഷ് സൈന്യം ഗൂർഖ റെജിമെന്റിനെയാണ് വിളിച്ചു വരുത്തിയത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ, ഈ സിറ്റുവേഷൻ അതിലാണ് ഇപ്പോൾ അവിടെ കലാപം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ചുറ്റുപാടുകളും, അതായത് ബംഗ്ലാദേശില് അവിടെ ഒരു പ്രക്ഷോഭം നടന്നു, അവിടുത്തെ ഗവൺമെന്റിനെ ടോപ്പിൾ ചെയ്തു. ശ്രീലങ്കയില് രാജപക്സെ ഓടിച്ചു വിട്ടു. പിന്നീട് ഇപ്പം ഇന്തോനേഷ്യയിൽ ചെറിയ തോതിൽ അവിടെ ഒരു മോട്ടോർ സൈക്കിൾ ടാക്സിയുടെ ഡ്രൈവറെ പോലീസ് കൊലപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അവിടെ പ്രക്ഷോഭം നടക്കുന്നുണ്ട്. ഇതൊന്നും നമുക്ക് ഇവരൊക്കെ ഇന്തോനേഷ്യയുമായിട്ട് നമുക്ക് കര അതിർത്തികളൊന്നും ഇല്ലെങ്കിൽ പോലും സമുദ്രാതിർത്തിയുണ്ട്. അപ്പൊ ഇവര് നമ്മളുടെ അയൽക്കാരാണ്. അതുപോലെ തായ്ലൻഡിലെ ഗവൺമെന്റില് ഒരു ഇൻസ്റ്റബിലിറ്റി ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളുടെ ചുറ്റുപാടിൽ നടക്കുമ്പോൾ ANAക്ക് നമ്മളുടെ കരസേനാ മേധാവി കൊടുത്ത ഒരു
ഇതാണ് അഭിമുഖത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ വളരെ ജാഗരൂകരായിരിക്കണം. 5 വർഷത്തേക്കുള്ള ഒരു കാര്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതായത് എപ്പോഴും വിജിലന്റ് ആയിരിക്കണം. ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ള നടപടികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള മട്ടിലാണ് അദ്ദേഹത്തിന്റെ സംഭാഷണം പുറത്തു വന്നിട്ടുള്ളത്. അപ്പം നേപ്പാളിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ നമുക്ക് നേപ്പാൾ വളരെ ജൈവ ബന്ധമുള്ള ഇന്ത്യൻ സ്റ്റേറ്റുമായിട്ട് വളരെ ഇന്ത്യ രാജ്യവുമായിട്ട് വളരെ ജൈവിക ബന്ധമുള്ള ഒരു രാജ്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ കരുതലോടെ ഈ വിഷയത്തിൽ ഇരിക്കേണ്ടി വരും. ഇനി വീണ്ടും തിരിച്ച് നമ്മൾ ഈ പ്രക്ഷോഭത്തിന്റെ ഒരു അന്തസത്ത എന്താണെന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ 6 മാസം മുമ്പ് രാജഭരണം വരണം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രക്ഷോഭം ഉണ്ടായിരുന്നു. അതായത് ലോകത്തിലെ ഏക ഹിന്ദു രാഷ്ട്രമായിട്ട് അറിയപ്പെട്ടിരുന്ന നേപ്പാള് അത് ഒരു ജനാധിപത്യ രാഷ്ട്രമായിട്ട് മാറി, അല്ലെങ്കിൽ ഒരു ഓതറിറ്റേറിയൻ കൺട്രി ആയിട്ട് മാറി. അവിടെ അഴിമതിയും മറ്റ് സംഗതികളും കുവിഞ്ഞുകൂടി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ജനത അവരുടെ സ്വത്വം അന്വേഷിച്ച് പോയതിന്റെ ഭാഗമായിട്ടാവണം ഈ രാജഭരണം തിരിച്ചു കൊണ്ടുവരണം. അതായത് രാജാവ് കൊല ചെയ്യപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യം കൊല ചെയ്യപ്പെടുന്നതിന് തുല്യമായിട്ടാണ് ഈ പറയുന്ന ആ ഹൈറാർക്കിയിൽ, അതായത് രാജഭരണം, ദൈവത്തിൽ നിന്നും രാജാവ്, രാജാവിൽ നിന്നും പ്രജകൾ എന്നുള്ള ഹൈറാർക്കിക്കകത്ത് ആളുകളുടെ വിചാരം അത് അവരിൽ അങ്കുരിച്ചോ എന്നുള്ളത് ഒരു വിഷയമാണ്. കാരണം അത് ഒട്ടും മോഡേൺ അല്ലാത്തതും വളരെ അപക്വം മോഡേൺ അല്ലാത്തത് കൊണ്ട് ആരും ആ വിഷയം എടുത്ത് ചർച്ച ചെയ്യാൻ തയ്യാറാകാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ഒരിക്കൽ രാജഭരണത്തിൽ നിന്നും വിട്ടുപോയ രാജ്യങ്ങളൊന്നും തിരിച്ച് രാജഭരണത്തിലേക്ക് പോയ ചരിത്രമില്ല എന്നാണ് നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അത് ശരിയല്ല. 17-ാം നൂറ്റാണ്ടില് ഒലിവർ ക്യാമ്പൽ എന്ന് പറയുന്ന ഒരു പട്ടാള മേധാവി ബ്രിട്ടനിലെ ചാൾസ് ഒന്നാമൻ രാജാവിനെ അദ്ദേഹത്തിന് രാജഭരണം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് വിചാരണ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന്റെ മകൻ ഭരണത്തിൽ വന്നു. മകൻ ഭരണത്തിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും ജനങ്ങൾ ഇളകി. ജനങ്ങൾ പറഞ്ഞു അങ്ങനെ വേണ്ട, ഇപ്പം പട്ടാള മേധാവിയുടെ മകൻ ഭരണാധികാരി എന്നുള്ള മട്ടിലൊന്നും പോകണ്ട. വീണ്ടും അവർ ബ്രിട്ടൻ അന്ന് രാജഭരണത്തിലേക്ക് തിരിച്ചുപോയി. ചാൾസ് രണ്ടാമൻ, അദ്ദേഹത്തിന്റെ മകനായിരുന്ന ചാൾസ് രണ്ടാമനെ വിളിച്ചുകൊണ്ടുവന്ന ഇവിടെ ഇംഗ്ലണ്ടിന്റെ ഭരണമേൽപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് ഇപ്പോൾ നമ്മളുടെ മുമ്പിലുള്ള ഒരു ചിത്രം. അതായത് ഇതിന്റെ വ്യക്തത ഈ ജെൻ ഇസഡ് എന്ന് പറയുന്ന ആ സമൂഹം, അല്ലെങ്കിൽ ആ കുട്ടികൾ, അല്ലെങ്കിൽ ആ യുവാക്കൾ എന്ന് പറയുന്ന ആ സമൂഹം, അവർ 1996 ജനിച്ചു. അവര് കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് 2019 കോവിഡ്-19 ആണ്. അപ്പം അവര് പക്ഷെ അതിനു മുമ്പുള്ള തലമുറകള് പലവിധ യുദ്ധങ്ങള്, പിന്നെ ഇപ്പം 1962 ഒരു തലമുറയുണ്ട്. ആ തലമുറ കണ്ടതാണ് വിയറ്റ്നാം യുദ്ധം, പിന്നെ കെന്നഡിയുടെ മരണം തുടങ്ങിയ. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ കണ്ടിട്ടുള്ള വളരെ പാനിക് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ കോവിഡ്-19 എന്ന് പറയുന്നത്. അത് മാത്രമാണ് ഇവർ കണ്ടിട്ടുള്ളത്. അപ്പം ഈ പറയുന്ന ഒരു സിറ്റുവേഷനിൽ അവർക്ക് എന്ത് തോട്ട് വേവാണ് ഈ യുവാക്കളുടെ മനസ്സിൽ കൂടെ കടന്നുപോയത് എന്നുള്ളത് നമുക്കിപ്പോൾ വ്യക്തമല്ല. പക്ഷെ ഒരു കാര്യം, അതിൻ്റെ രാഷ്ട്രതന്ത്രപരമായിട്ട് ആലോചിക്കുകയാണെങ്കിൽ രാജഭരണം കഴിഞ്ഞിട്ട് വരുന്ന ഏത് സംവിധാനങ്ങളിലും, പ്രത്യേകിച്ച് ഓഥറിറ്റേറിയൻ പാർട്ടികളുടെ സംവിധാനത്തിൽ വരുന്നതിൽ നമ്മൾ ഏറ്റവും മുകളിൽ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്ന അഴിമതിയും സ്വജനപക്ഷപാതവും എക്സിക്യൂഷനുമാണ്. അതിനെതിരെയുള്ളൊരു പ്രതികരണമായിട്ട് ജൈവികമായി നേപ്പാളിൽ നിന്നും ഉയർന്നു വന്ന ഒരു പ്രക്ഷോഭം ആയിരിക്കില്ലേ ഇത് എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മൾ ബാലേന്ദ്ര ഷായുടെ ട്വീറ്റുകളിൽ നിന്നും പോസ്റ്റുകളിൽ നിന്നും മനസ്സിലാക്കുന്നത് അതാവാനാണ് സാധ്യത എന്നാണ്. അതിൻ്റെ അലയൊലികൾ ഇന്ത്യയിലേക്ക് വ്യാപിക്കുന്നതാണ് ഇന്ത്യക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ആശങ്ക.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.